ഇന്ന് നമ്മുടെ 78ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് 78-ൽ 2 എന്ന് കൊടുക്കാം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്യാമറയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വലിയൊരു സിനിമ 2 തരത്തിലിപ്പോൾ ക്യാമറയെക്കുറിച്ച് ചിന്തിക്കാം. കാരണം ശരിക്കുമുള്ള ഇൻഡസ്ട്രിയിലെ വൻ രീതിയിലുള്ള പ്രൊഫഷണലായിട്ടുള്ള ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് ആദ്യം പറയാം. കാരണം അതിനിപ്പോൾ റെഡിൻ്റെ അഡ്വാൻസ്ഡും അതിനൊക്കെ വലിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എമ്പുരാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറയാണ് ചില മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടി. അതിനൊക്കെ റെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളും യൂണിറ്റും എല്ലാം അതിൻ്റേതായ രീതിയിൽ വേണം. ഈ ക്യാമറ ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ക്യാമറമാന്മാർ 10-12 വർഷം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അതായത് യൂണിറ്റിൻ്റെ കൂടെ പോയി നിൽക്കുകയായിരുന്നു, ലൈറ്റ് യൂണിറ്റിൻ്റെ. കാരണം ലൈറ്റിങ് പഠിക്കുക, ലൈറ്റിംഗ് ആയിരുന്നു പ്രധാനം. കാരണം അതിൻ്റെ ഭംഗി കിട്ടാനും മുഖത്തിൻ്റെ ഭംഗിയും പ്രകൃതിയുടെ ഭംഗിയും ഒക്കെ പക്ക പ്രൊഫഷണലിസ്റ്റായിട്ട്. എന്നിട്ട് 10-12 കൊല്ലം കഴിയുമ്പോഴാണ് ഒരാൾ ക്യാമറമാനാകുന്നത്. എന്നിട്ട് ക്യാമറയുടെ ഫോക്കസ് പുള്ളറാവും. പിന്നെ അതുപോലെ തന്നെ ലെൻസ് എടുത്തുകൊണ്ട് കൊടുക്കാനുള്ള ഇത് ചെയ്യും. എന്നിട്ട് സൊസൈറ്റി ക്യാമറമാനും പിന്നെയാണ് ക്യാമറയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ച ആളുകളുണ്ട്. കാരണം നമ്മുടെ ജെ വില്യം സാറൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ അതായത് അദ്ദേഹം ഒരു പട്ടി കടിക്കുന്ന ഒരു സീന്, ഒരു വ്യക്തിയെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ദേഹത്ത് ചാക്ക് കെട്ടിയിട്ട് ക്യാമറ അതിനകത്ത് വെച്ചേച്ച് ആ ചാക്കിനകത്ത് മൊത്തം ഇറച്ചി കഷ്ണങ്ങൾ വെച്ചേച്ച് പട്ടികൾ ആ ഇറച്ചി കടിക്കാൻ വരുമ്പോൾ അത് ആ വ്യൂ പോയിൻറ്റിൽ, അതായത് ആ പട്ടി കടിക്കുന്ന ആളുടെ വ്യൂ പോയിൻറ്റിലെടുത്ത് അത്ര റിസ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ക്യാമറയൊക്കെ 10ാം നിലയിൽ താഴോട്ട് ചാടുന്നതിന് പഴയ ക്യാമറയൊക്കെ അദ്ദേഹം താഴോട്ട് കറക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ നഷ്ടപ്പെടും. പക്ഷേ ഇപ്പോൾ ഡാമേജ് കുറച്ചൊക്കെ ആയ ആ ഷോട്ടുകൾ കിട്ടുന്ന ക്യാമറ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുമുണ്ട്. ഫിലിം സാറിന് അറിയാം, കൂവിനുള്ള ഒരു വിരിവിനായൊരു അതാണ്. പക്ഷേ ഭയങ്കര കഴിവായിരുന്നു അദ്ദേഹത്തിന്. ക്യാമറമാർ ലെൻസ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്യാമറ ഇപ്പോൾ DOP എന്നാണ് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി. കാരണം ക്യാമറ ടെക്നിക്കൽ പോരെ ഇപ്പം. ആ ഡയറക്ഷൻ, അതായത് ക്യാമറ ഡയറക്റ്റ് ചെയ്ത് 5 ക്യാമറയും 10 ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഒരാൾ കാണും. കാരണം ജാക്കി ചാൻ്റെയൊക്കെ സിനിമകളിൽ 70ഉം 100ഉം ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം റീഷോട്ട് എടുക്കാനൊക്കെയില്ല, റീടേക്ക് എടുക്കാനൊക്കെയില്ല. അതുകൊണ്ട് 10ഉം 70ഉം ക്യാമറയൊക്കെ ഉപയോഗിക്കും. അതിൽ 70 ക്യാമറമാരാണ്, അത് ടെക്നീഷ്യന്മാരാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി അയാൾ എല്ലാ ഷോട്ടുകളും ഇരുന്ന് അയാൾ കാണുന്നുണ്ട്. അയാളാണ് അത് എവിടെയൊക്കെ ക്യാമറ വെക്കണം, ലോങ് മിഡ് ടൈറ്റ്, അതുപോലെ തന്നെ ഫിഷ് ഐ ലെൻസ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇതല്ല ലെൻസുകൾ. പിന്നെ ഡയറക്ടർ സാധാരണ ഇപ്പോഴത്തെ കാലത്ത്, പണ്ടൊക്കെ എല്ലാ ലെൻസുകളൊക്കെ പഠിച്ച ഡയറക്ടർമാർ അത് വലിയ ഫാസിൽ സാറിനോ പ്രൊഡ്യൂസർ സാറിനോ ഒക്കെ പറ്റും. ഇപ്പം ലെൻസൊക്കെ ക്യാമറമാന്മാർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്, അവർക്കറിയാം അതൊക്കെ. ഓരോരോ ഒരു ക്യാമറ മൂവ്മെൻറ്റിൻ്റെ പൾസുണ്ട്. കാരണം ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു ഭയങ്കര ഒരു മരിച്ചു കിടക്കുന്ന ഒരു സീനിൽ നമ്മൾ ഭയങ്കര ഫ്ലാഷ് സുഷ് ഭയങ്കര ക്രെയിൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കണ്ണിൽ കൂടെ ഒരു ചെറിയൊരു പാനിങ് സംഭവം മതി. ഇങ്ങനെ അതിനകത്ത് വ്യൂസും കൂടെ കയറ്റിയാൽ അതൊക്കെ ക്യാമറമാൻ അറിയാതെ. നമ്മുടെ ഇന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓരോ മൂഡുണ്ട് ഓരോ സീനിനും, ഓരോ മൂഡ്. അതായത് ആക്ഷനാണോ, സെൻറ്റിമെൻറ്റ്സ് ആണോ, ലവ് ആണോ, അങ്ങനെയൊക്കെ ഉള്ളത്. അതനുസരിച്ചാണ് ക്യാമറ അവർ മൂവ് ചെയ്യുന്നത്. അതിന് ഓരോ പൾസുണ്ട്. ഇനി ആക്ഷൻ രംഗമാണെങ്കിൽ പെട്ടെന്ന് കട്ടുകളും അതും ഇതുമൊക്കെ വരുന്ന ഷോട്ടുകളൊക്കെ എടുക്കും. ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെയല്ല, ക്യാമറയിൽ എന്തൊക്കെ ചെയ്താലും അവർ മാക്സിമം അങ്ങനെ ചെയ്യും. എന്നിട്ട് അത് സ്റ്റുഡിയോയിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പണ്ടൊക്കെ ഈ പ്രേതകഥകളൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. അന്നൊക്കെയാണ് മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ അത്ര നല്ലപോലെ എടുത്തതെന്ന് വിചാരിക്കണം. അതുപോലെ പല ഇംഗ്ലീഷ് സിനിമകളും അന്നൊക്കെ ചെയ്തിരുന്ന സ്റ്റുഡിയോയിൽ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്ന കാലത്താണ്. ഇന്ന് എന്തൊക്കെയാണ് ഹോളിവുഡ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ആശയം കൊണ്ടുവരൂ, ജൂറാസിക് പാർക്കിനെ പോലെ ടൈറ്റാനിക്കിനെ പോലെ, ഞങ്ങളത് ചെയ്യാൻ കൊതിയാകുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളാണ്, ഞാൻ അധികം അതേക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു 3 മാസം മുമ്പ് ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അതായത് ഞങ്ങളുടെ വാർഡിലെ കബീർ എന്ന് പറഞ്ഞ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിന് എന്നോട് ജസ്റ്റ് 3 മണിക്കൂറിന് ഒരു ഹെലിക്യാം ഷോട്ട് ഒരു 3 എണ്ണം എടുത്തു. എന്നോട് വാങ്ങിയത് 8500 രൂപയാണ് ആ ക്യാമറ. വെറും 3 മണിക്കൂറാണ് അദ്ദേഹം. എന്നിട്ട് 2 ദിവസം എനിക്ക് കുറേ ഷോട്ടുകളും കൂടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും എടുക്കേണ്ടതെന്ന് കബീർ പറഞ്ഞതിൻ്റെ പേരിൽ
അപ്പോൾ ഞാൻ വെറും മൊബൈലിലാണ് എടുത്തത്. കാരണം അതിൻ്റെ ക്ലാരിറ്റിയിലൊന്നും വ്യത്യാസമില്ല. നിങ്ങൾ ഈ മൊബൈലിലൊക്കെ ഇടാൻ വേണ്ടി ക്യാമറയൊന്നും വിളിച്ച് ഈ പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷമാണ് എനിക്ക് അത്യാവശ്യം ഞാൻ ക്യാമറ എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എല്ലായ്പ്പോഴും ആലോചിച്ചിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. വെറും മൊബൈലിൽ ഷൂട്ട് ചെയ്തതിനുണ്ട് 2000 രൂപ മേടിച്ചിട്ടുണ്ട് 2-3 മണിക്കൂറത്തേന് ഓരോരുത്തർ. അപ്പം പിന്നെ ഞാനൊരു മൊബൈൽ വാങ്ങി. ഒരു ക്വാളിറ്റി കുറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ളൊരു മൊബൈലാണിത്. അതിൽ ഞാൻ തന്നെത്താൻ ക്യാമറ ചെയ്യാനും ഞാൻ 10 ദിവസത്തോളം നടന്ന് പഠിച്ച് ഞാനിങ്ങനെ. അതുപോലെ തന്നെ എനിക്ക് സിനിമ ചെയ്യുന്നൊരു ക്യാമറ കിട്ടിയപ്പോൾ ഞാനത് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇതാണ്. അപ്പോൾ ആ ക്യാമറയ്ക്ക് ട്രോളി ക്രെയിനൊന്നും ഉപയോഗിക്കുക അത് സ്റ്റഡി ഷോട്ട് മാത്രം എടുക്കാനൊക്കെയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഇട്ട് കാണുന്നത് എങ്ങനെ, ഇത്രയേ ഉള്ളായിരുന്നത്. എന്നിട്ട് ഞാൻ അഭിനയിച്ചിരുന്നു അതിനകത്ത്. ഞാൻ എന്ത് ചെയ്ത് അത് ഓൺ ചെയ്ത് വെച്ചിട്ട് അഭിനയിച്ച് വന്ന് ഞാനത് ഓഫ് ചെയ്യും. എഡിറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്യാമല്ലോ. അല്ലായിരുന്നെങ്കിൽ ഒരു ദിവസം 3000 രൂപ മദ്യവും താമസ സൗകര്യവും എല്ലാം കൊടുത്ത് കൊണ്ടുവരാനായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ കൗടില്യം എന്ന് പറഞ്ഞ വർക്കിൽ ഞാൻ പഠിച്ചതാണത്. ഇപ്പോൾ ഞാൻ മൊബൈലിൽ അത് ചെയ്യാൻ പറ്റി. നമ്മൾക്ക് ഒരു സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ, നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്കതുകൊണ്ട് എന്താ ഈസി ആയിട്ട് ഞാൻ ഇപ്പോഴും ഇന്നലെ ഒരു എപ്പിസോഡ് ഇട്ടു. ഇതിന് ഞാൻ നേരത്തെ പോയി ഓരോരുത്തരോട് ഞാൻ കാല് പിടിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ക്യാഷും കൊടുക്കണം. എന്നിട്ട് പോയി. മാത്രമല്ല ഇവരൊന്നും ബസ്സിലൊന്നും വരില്ല, ഇവരൊന്നും ബൈക്കിൽ പോയി, ഇവർക്ക് കാറ് വേണം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് എവിടെ തോന്നിയാലും ഞാൻ ആ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. നിങ്ങൾ കുട്ടികളാണേലും വലിയവരാണേലും നിങ്ങൾ പ്രായത്തിലൊന്നും വിചാരിക്കേണ്ട. എത്ര പ്രായമുള്ളവരും, പ്രായം ഇതിനകത്തൊരു ഘടകമേ അല്ല. കാരണം 65 വയസ്സിന് ശേഷമാണ് ജെയിംസ് കാമറോൺ ഇതെടുത്തത്, ടൈറ്റാനിക് എടുത്തത്. അതിന് മുമ്പുള്ള പടങ്ങളൊന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടില്ല. സ്പിൽബർഗ് എടുത്ത് എത്ര വയസ്സുള്ളപ്പോഴാണ്. നിങ്ങളതുകൊണ്ട് സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. മൊബൈലിൽ എഡിറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഫയൽ കട്ടിനോ വല്ലതും കൊണ്ട് കൊടുത്താൽ മതി. സ്റ്റുഡിയോയിലൊക്കെ വാങ്ങുന്ന ഭീമമായ തുകയാണ് 15,000 രൂപയൊക്കെ. ഒരു 10 മിനിറ്റിൻ്റെ സാധനത്തിനാണ് 5 മിനിറ്റിൻ്റെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫീൽഡ് ചീറ്റിംഗ് ആണ്, ഞാൻ ഉള്ളത് പറയാമല്ലോ. ഒന്നും ചെയ്യാത്തവനും കുറ്റമാക്കും, ചെയ്തവരും കുറ്റം. ഒത്തിരി നന്മയുള്ളവരുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിസ്സാരം. എനിക്കൊരു നല്ല വർക്കൊക്കെ ഒരാൾ വെറും 2000 രൂപയ്ക്ക് എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഈ 10-25 വർക്ക് ഡോക്യുമെൻ്ററി ഇതൊക്കെ ചെയ്തതിൽ എനിക്ക് ഒരു 18ഓളം വർക്കുകൾ ഞാൻ ഏതൊക്കെ അവസ്ഥയിലാണെന്നറിയാമോ ഞാൻ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ പൈസ മുടക്കുക. ഇപ്പോഴാണ് ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ കുറേ സ്ട്രെയിൻ എടുക്കുകയാണ്. സ്ട്രെയിൻ എടുത്ത് ഞാനിപ്പോൾ ക്യാമറ മൂവ് ചെയ്യാൻ പഠിച്ചു. കാരണം നമ്മുടെ ഇതിനകത്തെല്ലാം ഒരു ടെക്നിക്കൽ വശമല്ല, നമ്മുടെ ഉള്ളിലൊരു ഈ കലാകാരന്മാർ 1,00,000-10 പേർക്ക് പാടാൻ കഴിവ് കിട്ടുള്ളൂ. അതിൽ രക്ഷപ്പെടുന്ന ഒരാളേ ഉള്ളൂ. അങ്ങനെ എണ്ണം എടുത്ത് നോക്കുക, രക്ഷപ്പെടുന്ന എത്ര പേരുണ്ട് പാട്ടുകാരിൽ. അതുപോലെ തന്നെയാണ് ഉള്ളിൽ ദൈവം തരുന്നതാണ് ഈ ടാലൻറ്റ്. ദൈവം നമ്മുടെ ഉള്ളിലൊരു സർഗ്ഗബോധം തന്നിട്ടുണ്ട്. അത് അഭിനയിക്കാനാണേലും എഴുതാനാണേലും സംവിധാനത്തിനാണേലും എല്ലാം ക്യാമറ ചെയ്യാനൊക്കെ. ആ ടാലൻ്റ് ഉള്ളവരെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ സാധാ ആൾക്കാരായി പോകും. ഡോക്ടറിൽ നല്ല ഡോക്ടറും ഉണ്ട്, ചീത്ത ഡോക്ടറും ഉണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഈ കുട്ടികൾ ഈ മൊബൈൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് പഠിക്കണം. എന്നിട്ട് മൊബൈലിൽ തന്നെ ഇൻഷോട്ടിലോ VN-ലോ എഡിറ്റ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഇപ്പം മെഴുകുതിരി വെളിച്ചത്തിൽ പോലും നല്ല മൊബൈലുകൾ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ ഐഫോണൊന്നും വേണ്ട കേട്ടോ. ഐഫോണൊക്കെ ലാബിൽ പോയി എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ, അത് കോപ്പി ചെയ്യാനൊക്കെ ഉള്ളൂ. അതൊന്നും സ്റ്റുഡിയോയിൽ പോയി, ഞങ്ങളുടെ ഭാഷയിൽ സ്റ്റുഡിയോയിൽ പോയി ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡബ് ചെയ്യണം. ഈ മൊബൈലിൽ ഡബ് ചെയ്യാൻ അറിയാം. അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. മൊബൈലിൽ ഡബ് ചെയ്യാം നിങ്ങൾക്ക്. വാട്സപ്പിലല്ല, വേറെ അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ വലിയ ടെക്നിക്കലായിട്ടൊന്നും പഠിക്കേണ്ട, 1 രൂപ മുടക്കില്ല നിങ്ങൾക്ക്. നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് കുഞ്ഞു കുട്ടികളാണേലും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ചുമ്മാ പാചക ക്ലാസ് ഇട്ട് നോക്കുക. എനിക്കറിയാം, ഇവിടെ തയ്യൽ ക്ലാസ് എടുത്ത് ഒരു കുട്ടി 25,000 രൂപ ഉണ്ടാക്കുന്നുണ്ട് മാസം യൂട്യൂബിൽ നിന്ന്. വെറും തയ്യൽ ക്ലാസ്സാണ്. അത് ഒരു പ്രാവശ്യം 13,500 രൂപ കിട്ടുള്ളതെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഹസ്ബൻഡ് സങ്കടപ്പെടുന്നു. അവരൊന്നും വെളിയിൽ പറയില്ല. ഞങ്ങളുടെ നാട്ടിൽ യൂട്യൂബ് ആർക്കും അറിയത്തുമില്ല അങ്ങനെ. പക്ഷേ എനിക്കറിയാം അങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടെന്നും ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചുമ്മാ ഇരുന്ന് മറ്റ് ചാറ്റിങ്ങിനും ഇതിനുമൊക്കെ സമയം, ഫേസ്ബുക്കും കണ്ടൊക്കെ സമയം നിങ്ങൾക്കതാകാൻ നോക്കുക. നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാം. നിങ്ങൾ ഒത്തിരി എന്നെക്കൊണ്ട് ചെയ്യുന്ന ഹെൽപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യൂ. നിങ്ങൾ ഐഫോണൊന്നും വേണ്ട. വെറും 18,000 രൂപയുടെ ഫോണ്, 35,000 രൂപയുടെ ഫോണ്, 12,000 രൂപയുടെ, 13,000 രൂപയുടെ ഫോണിന് വരെ നിങ്ങൾക്കിത് ഷൂട്ട് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ ചുമ്മാ ചിന്തിക്കുന്നതാണ്. നിങ്ങൾ ഓൺലൈൻ വഴിയിൽ നിങ്ങൾ ഏതോ ഒരു ഇതിൻ്റെ ഇതുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡ്, ലൈറ്റ്, മൈക്ക് എല്ലാം കൂടെ വെറും 700 രൂപയ്ക്ക്
നിങ്ങൾക്ക് ഇത് കൊറിയറിൽ വരും. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. ഒന്നിലും കളപ്പിൽ പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. നിങ്ങൾ ഈ മൊബൈലിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ പറമ്പിൽ പക്ഷികൾ ചിലയ്ക്കുന്ന ഒരു ഷോട്ട് എടുക്കുക. നിങ്ങളല്ലാതെ 5 ലക്ഷം രൂപയുടെ ഫോണൊന്നും വേണ്ട. നിങ്ങൾ ഈ ക്യാമറമാനൊക്കെ പലരും എനിക്ക് 10-18 പേർക്ക് ഞാൻ പൈസ കൊടുത്തു. വെറും 500 രൂപ വാടകയുള്ള ക്യാമറ കൊണ്ടുവന്നിട്ടാണ് എന്നോട് ഈ 8,500 രൂപയൊക്കെ മേടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയുണ്ട്. ഇതൊന്നും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട. കുട്ടികളെ കുഞ്ഞു കുട്ടികൾക്ക് ഒരു 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാം. ഞാനിപ്പം പ്രോഗ്രാമുകളെല്ലാം ഞാനിത് പ്രീ പ്ലാൻഡ് ആയിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. ക്യാമറ മൊബൈലിൽ ചെയ്യുക. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലം നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾക്കന്ന് നല്ല രീതിയിൽ ചെയ്യാം. ആണുങ്ങൾക്കും ചെയ്യാം, 60 വയസ്സുള്ളവർക്ക്, 65 വയസ്സ്, 70 വയസ്സുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാം. പ്രായം ഒരു വിഷയമല്ല. 10 വയസ്സുള്ള കുട്ടികൾക്ക് ചെയ്യാം, സ്ത്രീകൾക്ക് ചെയ്യാം, വീട്ടമ്മമാർക്ക് ചെയ്യാം, എല്ലാവർക്കും, സ്റ്റുഡൻസിന് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ഇത് നിങ്ങൾ ഈ മൊബൈലിൽ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഓരോ സംഭവം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പ്രൊമോട്ട് ചെയ്യേണ്ടതും പ്രൊഫഷണൽ മോഡാക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത്രയാണ് ഒരു ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.